പങ്കാളിയുടെ വെട്ടേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. സംഭവത്തിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി ചോക്കോടി വാകേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർകുന്ന് സ്വദേശി പ്രവീണ കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. ഭർത്താവ് സുധീഷുമായി അകന്നു കഴിഞ്ഞിരുന്ന പ്രവീണ മക്കളായ അനർഘ, അഭിന എന്നിവർക്കൊപ്പമാണ് വാഗേരിയിൽ താമസിച്ചിരുന്നത്. ദിലീഷിന്റെ ആക്രമണത്തിൽ മൂത്ത കുട്ടിയായ അനർഘയ്ക്കും പരിക്കേറ്റിരുന്നു. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ അനർഘയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇളയ കുട്ടി അഭിനയെയും ദിലീഷിനെയും കാണാതായിരുന്നു. ആക്രമണം കണ്ട് ഭയന്ന കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ. സ്ഥലത്തെ കനത്ത മഴയും തിരച്ചിലിനെ ദുഷ്കരമാക്കിയിരുന്നു. RRT സംഘവും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തിയത്. കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് വിവരം. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചുവച്ചിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ട് പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം നടന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്.